നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. വളരെ നന്നായി കേട്ടോ അനുജത്തി. ആട്ടെ, ആ വീണ ഒന്നിങ്ങോട്ട് തരൂ. പ്രഫുല്ലമായ മുഖഭാവത്തോടെ കാരയ്ക്കലമ്മ വീണയെടുത്ത് നാറാണത്തിൻ്റെ കൈകളിൽ വെച്ചു. ജ്യേഷ്ഠന് വായിക്കാനറിയാമോ? ഞാൻ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? കുറേശ്ശേ എന്ന്. ഞാനും പറയാം കുറേശ്ശേ എന്ന്. നാറാണത്ത് വീണക്കമ്പികളിൽ വിരലോടിച്ചു. കാരയ്ക്കലമ്മ വായിച്ച അതേ രാഗം. അത്ഭുത സ്തബ്ധയായി നിന്നു കാരയ്ക്കലമ്മ. ഒരു നാദബ്രഹ്മം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ആത്മാവിൻ്റെ അഗാധതയിലേക്ക് ആ നാദവീചികൾ കടന്നു ചെന്നു. കണ്ണ് നിറയുന്നു. തൊണ്ടയിൽ ഗദ്ഗതം ഊറിയൂറി വരുന്നു. വീണാനാദത്തിനൊപ്പം ഹൃദയമിടിക്കുന്നു. ഒരു തരം താളാത്മകത്വം ഹൃദയസ്പന്ദനത്തിന് പോലും കൈവരുന്നതായി അനുഭവപ്പെടുന്നു. കാരയ്ക്കലമ്മ എഴുന്നേറ്റു. നാറാണത്ത് ഭ്രാന്തൻ്റെ കാലടികളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. ഇത്തവണ അദ്ദേഹത്തിൻ്റെ വലം കൈ അനുജത്തിയുടെ നെറുകയിൽ അമർന്നു. നാറാണത്ത് അന്നവിടെ താമസിച്ചു. അടുത്ത ദിവസം പുലർച്ചെ രണ്ടുപേരും സമീപത്തുള്ള ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിനു മുന്നിലുള്ള കൂറ്റൻ അരയാലിനെ നോക്കി കാരയ്ക്കലമ്മ ചോദിച്ചു, ഈ ആലിന് എത്ര വയസ്സായി കാണും? നാറാണത്ത് ശ്രദ്ധിച്ചു നോക്കി. 1000, 1100 വയസ്സായി കാണും. ആലിന് മരണമില്ലേ? കാരയ്ക്കലമ്മ. നാറാണത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജനിച്ചാൽ മരണമുണ്ട്. മനുഷ്യനും സസ്യവും മൃഗവും ഒന്നും ഒഴിവാകുന്നില്ല. മനുഷ്യന് മരണമില്ലായിരുന്നെങ്കിൽ? മരണമെന്നത് കേവലം ഒരു പദം മാത്രമാണ് അനുജത്തി. മനുഷ്യനുണ്ടാക്കിയതാണ് ആ പേര്. അവൻ തന്നെ ആ പദത്തിന് വ്യാഖ്യാനവും നൽകിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാനെന്ന ഭാവം ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അതിനെ ജനനമെന്നും വിളിക്കാം. മരങ്ങൾക്കും ഞാനെന്ന ഭാവമുണ്ടോ? അവയുടെ വേരുകൾ വളവും വെള്ളവും അന്വേഷിച്ചു നീങ്ങുന്നു. മരങ്ങൾ പൂക്കുന്നു, സന്താനോൽപാദനം നടത്തുന്നു. തീർച്ചയായും അവയ്ക്കുമുണ്ട് സ്വന്തം നിലനിൽപ്പിൻ്റേതായ ഭാവം, അതായത് ഞാനെന്ന ഭാവം. നാറാണത്ത് പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നില്ല. പതുക്കെ മനസ്സിലായിക്കോളും. അധികം ആലോചിക്കണ്ട. അനുജത്തിക്കും ഭ്രാന്ത് പിടിക്കും. വരൂ, നമുക്ക് പോകാം. അനുജത്തി പോയിക്കോളൂ, പിന്നെ കാണാം. നാളെയോ മറ്റന്നാളോ ഞാൻ വരാം. നാറാണത്ത് ധൃതിയിൽ നടന്നു. നേരം സന്ധ്യയായി. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തു കണ്ട ഒരമ്പലക്കുളത്തിൻ്റെ പടവിൽ നാറാണത്ത് ഇരുന്നു. ഓലയും എഴുത്താണിയും കയ്യിലെടുത്തു. പടവിൻ്റെ അടുത്ത് ഒരു പന്തം കൊളുത്തി വച്ചിട്ടുണ്ട്. അതിൻ്റെ വെട്ടത്തിൽ നാറാണത്ത് എഴുത്തു തുടങ്ങി. വൃദ്ധനായ ശാന്തിക്കാരൻ കുളക്കടവിലേക്കിറങ്ങി വന്നു. എന്താ നാറാണത്തെ? ഗണിതശാസ്ത്രത്തിലാണ് കമ്പം അല്ലേ? നന്നായി, ആ ശാസ്ത്രം വളരട്ടെ. ചോദിക്കട്ടെ, എന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണ കണക്ക്? ഒരു വലിയ സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് പെരുക്കാനുള്ള എളുപ്പവഴി കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് കണ്ടുപിടിച്ചോ? ഉവ്വ്, ഞാനൊന്ന് പരീക്ഷിക്കട്ടെ. ഓഹോ. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.